ഗൗതം ഗംഭീർ എന്ന് കേൾക്കുമ്പോൾ ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിൽ പെട്ടെന്ന് തന്നെ വരുന്ന ഒരു ചിത്രമുണ്ട്. 2011 ലോകകപ്പ് ഫൈനലിൽ ചെളി പുരണ്ട ജേഴ്സിയുമായി പോരാടി ടീമിനെ വിജയത്തിലേക്ക് നയിച്ച ഒരു ധീരനായ പോരാളി. മാൻ ഓഫ് ദി മാച്ച് അവസാന സിക്സർ പറത്തിയ നായകൻ ധോണി നേടിയെങ്കിലും ഇന്ത്യൻ ആരാധകരുടെ മനസ്സിൽ ആ വിജയത്തിന്റെ പ്രധാന സൂത്രധാരൻ സെഞ്ചുറിക്ക് 3 റൺ മാത്രം അകലെ വീണ ഗൗതം ഗംഭീർ ആയിരുന്നു. ഒരു വശത്ത് സേവാഗും സച്ചിനും നിസ്സാര റൺസുകൾക്ക് വീണപ്പോൾ ആദ്യം വിരാട് കോഹ്ലിയുമായി ചേർന്നും പിന്നീട് ധോണിയോടൊപ്പവും ഇന്നിംഗ്സ് പടുത്തുയർത്തി വിജയം ഉറപ്പായ ശേഷമാണ് ഗംഭീർ ഔട്ടാകുന്നത്. എന്നാൽ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ മനസ്സിലെ ആ പോരാളിയുടെ ധീരകഥയല്ല, മറിച്ച് രാഷ്ട്രീയത്തിന്റെ കളികളിലൂടെ ഒരു ടീമിനെ തന്നെ ബലി കഴിച്ച അന്നത്തെ അതേ പോരാളിയുടെ പതന കഥയാണ്. അടുത്ത കാലത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ചില പ്രകടനങ്ങൾ നോക്കാം. 2024 ഒക്ടോബർ നവംബർ മാസങ്ങളിലായി ഇന്ത്യയിൽ നടന്ന ഇന്ത്യ ന്യൂസിലാൻഡ് ടെസ്റ്റ് സീരീസ് ഗംഭീർ പരിശീലകനായ ശേഷം നടക്കുന്ന ആദ്യ ഹോം സീരീസ് ആയിരുന്നു ഇത്. 3 ടെസ്റ്റുകളാണ് ടൂർണമെന്റിൽ ഉണ്ടായിരുന്നത്. ബാംഗ്ലൂരിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ 8 വിക്കറ്റിന് തോറ്റു. പൂനെയിൽ നടന്ന അടുത്ത മത്സരത്തിൽ 113 റൺസിനും തോറ്റു. മൂന്നാമത്തെ മത്സരം മുംബൈയിലായിരുന്നു. അവിടെ അവസാന ഇന്നിംഗ്സിൽ 200 റൺ താഴെയുള്ള സ്കോർ ചേസ് ചെയ്യാൻ പോലും ആവാതെ ഓൾ ഔട്ടായി തോറ്റു. ഫലം 3-0 ഏകപക്ഷീയമായ തോൽവി, സീരീസ് വൈറ്റ് വാഷ്. 2012 ശേഷം ആദ്യമായാണ് ഇന്ത്യ സ്വന്തം മണ്ണിൽ ഒരു ടെസ്റ്റ് സീരീസ് തോറ്റത്. അതിനേക്കാൾ അപ്പുറം ഇന്ത്യയുടെ ടെസ്റ്റ് ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് സ്വന്തം നാട്ടിൽ ഒരു സീരീസിലെ എല്ലാ മത്സരങ്ങളും പരാജയപ്പെടുന്നത്. പിന്നാലെ ഓസ്ട്രേലിയയിൽ നടന്ന ടെസ്റ്റ് സീരീസ് 5 ടെസ്റ്റുകളായിരുന്നു സീരീസിൽ ഉണ്ടായിരുന്നത്. ആദ്യ ടെസ്റ്റിൽ വിജയിച്ചുവെങ്കിലും പിന്നീടുള്ളവയിൽ പരാജയമായിരുന്നു ഫലം. അവസാനം 3-1 സീരീസ് പരാജയപ്പെട്ടു. അവസാനം ഈ മാസം സൗത്ത് ആഫ്രിക്കയുമായി നടന്ന ടെസ്റ്റ് മത്സരങ്ങൾ ആകെയുള്ള 2 മത്സരങ്ങളിൽ 2ലും ദയനീയമായി പരാജയപ്പെടുകയാണ് ഉണ്ടായത്. പരിശീലകൻ എന്ന നിലയിൽ വളരെ ദയനീയമായിരുന്നു ഗംഭീറിന്റെ ടീമിന്റെ റിസൾട്ട്. കൂടാതെ ടീം സെലക്ഷനിൽ തനിക്ക് ഇഷ്ടപ്പെട്ടവരെ മാത്രം കുത്തി നിറയ്ക്കുകയും പരിചയസമ്പന്നരായ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ തുടങ്ങിയവരെ നിർബന്ധപൂർവം ടീമിൽ നിന്ന് ഒഴിവാക്കിയതുമൊക്കെ ഇപ്പോൾ വലിയ വിഷയമായി തന്നെ നിലനിൽക്കുകയാണ്. ഗംഭീർ എല്ലാ കാലവും സഹകളിക്കാരുമായിട്ട് അത്ര നല്ല ബന്ധങ്ങളായിരുന്നില്ല സൂക്ഷിച്ചിരുന്നത്. പ്രത്യേകിച്ചും അന്നത്തെ ഇന്ത്യൻ നായകൻ ധോണിയുമായിട്ട് വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. IPL മത്സരങ്ങളിൽ എതിർ ടീമുകളായി നേർക്കുനേർ നിന്നപ്പോൾ അത് കൂടുതൽ പ്രകടവുമായിരുന്നു. ഒരു കളിക്കാരന്റെ മികവ് പിൽക്കാലത്ത് രേഖപ്പെടുത്തുക റെക്കോർഡുകളുടെ രൂപത്തിലാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിലെ ശരാശരിക്കാരുടെ നിലയിൽ മാത്രമേ ഗംഭീറിന് സ്ഥാനമുള്ളൂ. 58 ടെസ്റ്റുകളിലായി 4154 റൺസും 147 ഏകദിന മത്സരങ്ങളിലായി 5238 റൺസുമാണ് ഗംഭീർ നേടിയത്. എന്നാൽ ഇന്ത്യ വിജയിച്ച 2007 2020 ലോകകപ്പ് ഫൈനലിലും 2011 ലോകകപ്പ് ഫൈനലിലും കളിച്ച ഇന്നിംഗ്സുകളാണ് ഗംഭീറിനെ ഈ കണക്കുകൾക്കപ്പുറം മുകളിൽ നിർത്തുന്നത്. അതോടൊപ്പം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ നായകനായി IPL കാണിച്ച മികവും. 2016 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ശേഷം പിന്നെ ഗംഭീറിനെ കാണുന്നത് രാഷ്ട്രീയത്തിന്റെ പിച്ചിലായിരുന്നു. അന്നത്തെ ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ആയിരുന്ന BJP നേതാവ് അരുൺ ജെയ്റ്റ്ലിയുടെ ശിഷ്യനായാണ് ഗംഭീർ അക്കാലത്ത് അറിയപ്പെട്ടത്. അങ്ങനെ 2019 ഡൽഹിയിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിക്കുകയും ഏകദേശം 4 ലക്ഷത്തിനടുത്ത ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു. എന്നാൽ MP എന്ന നിലയിൽ വളരെ പരിതാപകരമായിരുന്നു ഗംഭീറിന്റെ പ്രകടനം. നാട്ടുകാരോട് ഇടപഴകുന്നതിലും അവിടുത്തെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതിലും എന്തിന് BJP പ്രവർത്തകരുമായി തന്നെ ബന്ധം സൂക്ഷിക്കുന്നതിൽ പോലും ഗംഭീർ വളരെ പുറകിലായിരുന്നു. താനൊരു സൂപ്പർ താരമാണെന്ന ഈഗോയുമായാണ് പലപ്പോഴും ഗംഭീർ പൊതു ഇടങ്ങളിലെ പരിപാടികളിൽ പങ്കെടുക്കാറുള്ളത്. അതിനിടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗോഡ്ഫാദർ അരുൺ ജെയ്റ്റ്ലിയുടെ മരണവും ഗംഭീറിന്റെ പൊളിറ്റിക്കൽ കരിയറിന് തിരിച്ചടിയായി. 2024 തിരഞ്ഞെടുപ്പില് ഗംഭീറിനെ തങ്ങൾക്ക് വേണ്ട എന്ന് ഈസ്റ്റ് ഡൽഹിയിലെ BJP പ്രവർത്തകർ കൂട്ടമായി BJP നേതൃത്വത്തെ അറിയിച്ചിരുന്നു. ഇതറിഞ്ഞ ഗംഭീർ കൂടുതൽ കോപാകുലനാവുകയും മണ്ഡലത്തിലേക്ക് തീരെ തിരിഞ്ഞു നോക്കാതെ ആവുകയും ചെയ്തു. ഒടുവിൽ തന്റെ ഈഗോയ്ക്കനുസരിച്ച് നിൽക്കാൻ കഴിയുന്ന ഇടമല്ല രാഷ്ട്രീയം എന്ന് മനസ്സിലാക്കിയ ഗംഭീർ ഒടുവിൽ താൻ ഇനി മത്സരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. 2024 തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷത്തിൽ വൻ ഇടിവാണ് BJPക്ക് ആ മണ്ഡലത്തിലുണ്ടായത്. 2019 4 ലക്ഷത്തോളം വോട്ടിന് ജയിച്ച മണ്ഡലത്തിൽ 2024 കിട്ടിയത് 1 ലക്ഷത്തിൽ താഴെ വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു. ഗംഭീർ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറിയെങ്കിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം അദ്ദേഹം നിലനിർത്താൻ ശ്രമിച്ചിരുന്നു.
അങ്ങനെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം ജൂലൈ 2024 ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഹെഡ് കോച്ചായി നിയമിതനായത് BCCIയുടെ തീരുമാനത്തിലാണ്. പക്ഷേ അത് BJP സ്വാധീനത്തിന്റെ ഫലമെന്ന് പലരും പറയുന്നുണ്ട്. BJPയുടെ രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനമാണ് ഗംഭീറിന്റെ വളർച്ചയും വീഴ്ചയും. ക്രിക്കറ്റ് താരങ്ങളെ ഉപയോഗിച്ച് വോട്ട് തേടുക എന്നാൽ അതിനുശേഷം അവഗണന. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ദേശീയത പ്രചരിപ്പിച്ചു, പക്ഷേ ഈസ്റ്റ് ഡൽഹിയിലെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിരുന്നില്ല. BJP അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് 2019 വിജയിച്ചു, പക്ഷെ 2024 ഡ്രോപ്പ് ചെയ്തു. ഇത് പാർട്ടിയുടെ യൂസ് ആൻഡ് ത്രോ പൊളിറ്റിക്സിന്റെ ഉദാഹരണം കൂടിയാണ്. കൂടാതെ ഗംഭീറിനെ പോലുള്ളവർ രാഷ്ട്രീയത്തെ ഒരു നേരം പോക്കായി മാത്രമാണ് കണ്ടത്. ക്രിക്കറ്റിനോടാണ് കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞ് പിന്മാറിയത് അദ്ദേഹത്തെ വിജയിപ്പിച്ച മണ്ഡലത്തിലെ ജനങ്ങളെ കളിയാക്കുന്നതിന് തുല്യമായി. അവസാനമായിട്ട് പറയട്ടെ, ഈ ഗൗതം ഗംഭീർ ഒരു ടാലന്റ് ക്രിക്കറ്ററാണ്, പക്ഷെ രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഒരു പരാജയമാണ്. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ വിവാദങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം. പാർട്ടി അന്തരീക്ഷത്തിലെ ആക്രമണങ്ങൾ, ക്രിക്കറ്റ് നിഷേധം, ജനങ്ങൾക്കുള്ള അവഗണന, ഇതെല്ലാം BJPയുടെ മോഡലിന്റെ ഒരു ഭാഗമാണ്. രാഷ്ട്രീയത്തിൽ യഥാർത്ഥ സെലിബ്രിറ്റികളെയല്ല തിരഞ്ഞെടുക്കേണ്ടത് എന്നതിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാവുകയാണ് ഗംഭീറിന്റെ കഥ. രാഷ്ട്രീയം ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, ഒരു ഗെയിം അല്ല.